അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടാനക്കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. അൽഹംദുലില്ലാ. മാത്രമല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമ സമുദായത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജനിപ്പിക്കുകയും ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹാന്മാരുടെ ഔസുല്ലാഹു ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അജ്മീറിൽ അന്തി ഉറങ്ങുന്ന ഹാജ മൊയ്നുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ ഉന്നതരായ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മീയ സരണിയുമായി ബന്ധപ്പെടാനും അതിനെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കളെ പിന്തുടരുകയും ചെയ്തവർ, കൂട്ടുപിടിച്ചവർ ആരും പരാജയപ്പെട്ടിട്ടില്ല. അവരൊക്കെ വിജയികളായി മാറി. ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വലിയാവാനോ നമുക്ക് ഉന്നതമായ വിലായത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനോ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ തന്നെ കാമിലീങ്ങളായ മശായിഖന്മാര്, എനിക്ക് ഒരു ഗുരുവുണ്ട്, എനിക്കൊരു ഷെയ്ഖുണ്ട്, എനിക്ക് എന്നെ വഴി നടത്തുന്ന അള്ളാഹുവിലേക്ക് എന്നെ സഞ്ചരിപ്പിക്കാൻ പറ്റുന്ന ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധം, അവരോടുള്ള മഹബത്തും അവരുടെ ആ ഉന്നതമായ ആത്മീയ സരണിയുമായിട്ടുള്ള ബന്ധവും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇത് ലഭിക്കാത്ത സുഹൃത്തുക്കള് ഇത് കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉന്നതമായ ഈ വഴി അവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഇതാണ് ഏറ്റവും പഴയ പാരമ്പര്യമായിട്ടുള്ള വഴി. ഇതാണ് ഏറ്റവും പഴയത്, ഇതൊന്നും പുതിയതല്ല. ഈ ഉന്നതമായ ആത്മീയ സരണി, ഖാദിരി, അതുപോലെ തന്നെ ചിശ്തി, ഈ ആത്മീയ വഴികളൊക്കെ ഇത് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന പേര് നാമം കേൾക്കാത്തവരില്ലല്ലോ. ഹാജ റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാത്തവരില്ല. ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തിയാണ് അജ്മീറിൽ അന്തി ഉറങ്ങുന്ന ഹാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. ഇതൊന്നും പുതിയതല്ല, ഇതൊക്കെ പണ്ട് പണ്ടേ ഉള്ളതാണ്. പുതിയത് പിന്നെ ഇവിടെ കുറെ വേറെ വന്നതുണ്ട്, അതിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ പഴയത് ആത്മീയ സരണി, അള്ളാഹുവിന്റെ ഔലിയാക്കളെ വഴി, ഔലിയാക്കളെ സ്നേഹിക്കുക, ഔലിയാക്കളെ ഒപ്പം കൂടുക. ഇപ്പൊ മമ്പുറം കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, അവരുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവനും അവരെ കൂടെയായിരുന്നു. മുസ്ലിമീങ്ങൾ മുഴുവനും അവരുടെ പ്രശ്നങ്ങൾക്കും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കുമൊക്കെ അവര് പോയിരുന്നത്, അവര് അഭയം പ്രാപിച്ചിരുന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഹദറത്തിലായിരുന്നു. മമ്പറന്തങ്ങളുടെ കാലത്ത് ആളുകൾക്ക് മമ്പറന്തങ്ങളെ സമീപിക്കും. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവരുമായിട്ടായിരുന്നു ആളുകൾക്ക് ബന്ധം. അതുപോലെ തന്നെ പൊന്നാനി മറവട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരുടെ കാലഘട്ടത്തിൽ അവരുമായി ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന് ഏത് കാലഘട്ടത്തിലും ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, സൂഫിയാക്കളാണ്. ചരിത്രം വായിക്കുന്ന മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് അറിയുന്ന യാഥാർത്ഥ്യമല്ലേ. സൂഫിയാക്കളെ കൊണ്ടാണ് പരിശുദ്ധമായ ദീന് ഇത്രമേൽ നമ്മുടെ കേരളത്തിൽ പടർന്നു പന്തലിച്ചത്. കേരളത്തിൽ എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീന് പ്രബോധനം ചെയ്യുകയും ദീനിയായി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തത് സൂഫി ഗുരുക്കന്മാരാണ്, സൂഫിയാക്കളാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ്. ഇന്നിപ്പോ വർത്തമാനകാല സാഹചര്യം നമ്മൾ മറന്നു പോകരുത്, നമ്മൾ വിലയിരുത്തണം. നമ്മുടെ മഹല്ലുകളിൽ ധാരാളം പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ധാരാളം ദീനി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം, അതിലുപരി പണ്ടുകാലങ്ങളിലുള്ളതിനേക്കാൾ ഒക്കെ വർദ്ധിച്ച മതപ്രഭാഷണങ്ങളും ക്ലാസ്സുകളും മറ്റുമെല്ലാം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഓരോ ദിവസവും മോശങ്ങളിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും വഴികേടിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മെ ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ അല്ലെ വളരെ മോശമായ നീചമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് വർത്തമാനകാല യുവ തലമുറകൾ മുഴുവനും.
എന്താണ് ഇതിന്റെ കാരണം? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്? എവിടെയാണ് അപജയം സംഭവിച്ചിട്ടുള്ളത്? ഇത് നാം മനസ്സിലാക്കണം. വായതിന്റെ കമ്മിയോ പ്രസംഗത്തിന്റെ കമ്മിയോ അറിവിന്റെ കമ്മിയോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇന്ന് സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ടത്. ബാഹ്യമായ എല്ലാ സംഗതികളും ഉണ്ട്, പക്ഷേ ഉണ്ടാവേണ്ട പരിശുദ്ധമായ ദീനിന്റെ അന്തസത്ത, അതിന്റെ യാഥാർത്ഥ്യം, യഥാർത്ഥ ദീനിന്റെ മൂല്യങ്ങൾ ഇവിടെ നഷ്ടമായതുകൊണ്ട് അത് പകർന്നു കൊടുക്കാൻ കൽപ്പിച്ച കഴിവുള്ള യോഗ്യന്മാരായ മഹത്തുക്കളുമായിട്ടുള്ള ബന്ധമില്ലാത്തതിന്റെ പേരിൽ മറ്റുള്ള വയലുകളോ ക്ലാസ്സുകളോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും അത് വേണ്ടതുപോലെ ഫലപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതാണ് ഇന്ന് യാഥാർത്ഥ്യം. നമ്മുടെ ഒക്കെ മഹല്ലുകൾ നാം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ വളർന്നു വരുന്ന മക്കളുടെ സ്ഥിതി എന്താണ്? ദീനിനോട് പോലും ഒരു താല്പര്യമില്ലായ്മ, വിശ്വാസത്തിലുള്ള കുറവുകൾ, ഇതൊക്കെ നമ്മുടെ മക്കളിൽ ബാധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പുറത്തു പോകുന്ന നമ്മുടെ മക്കളൊക്കെ ഇന്ന് എല്ലാ രക്ഷിതാക്കളും ഭയത്തിലാണ്, പേടിയിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇതിനൊക്കെ നമുക്ക് ഏക പരിഹാരം, അള്ളാന്റെ മഹബൂബിങ്ങളുണ്ട്, അള്ളാഹ് സ്നേഹിച്ചവരുണ്ട്. ആ മഹത്തുക്കളുടെ ബന്ധം നമ്മൾ നിർബന്ധമാക്കുക, അവരെ മുറുകെ പിടിക്കുക. അല്ലെ, പാറ പോലെ ഉറച്ച ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കൽപ്പുറ്റ ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇന്നും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വമ്പൻ ദോഷികളും പാപികളുമായ ആളുകൾ അവരെ സമീപിച്ചാൽ അവരുടെ ഹളറത്തിൽ അല്പസമയം ഇരിക്കുന്നതോടുകൂടെ മാറ്റങ്ങൾ വരുന്നതായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ നമുക്ക് അനുഭവമുണ്ട്. പരിചയമുള്ള ധാരാളം ആളുകൾക്ക് അനുഭവമുള്ള യാഥാർത്ഥ്യമാണിത്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കൊണ്ടേ ഇവിടെ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഔലിയാക്കളെ കൊണ്ടേ ഇവിടെ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. നമുക്ക് വയലൊക്കെ കേൾക്കാം, നല്ല ഈണത്തില്, നല്ല രാഗത്തില്, നല്ല ആസ്വാദനത്തില്. ഇന്നിപ്പോ പാട്ടിന്റെ ഒക്കെ സ്ഥാനത്ത് വയല് കേട്ട് ആസ്വദിച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ നമുക്കൊക്കെ പൊതുവേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഉമ്മമാരൊക്കെ ഈ ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൗര്യന്മാരെ ഈ വയലുകളും പാട്ടുകളും ഈണത്തിലും രാഗത്തിലും ആസ്വാദനത്തിലും അതൊരു ആസ്വാദനമായി വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കൽബിനകത്തേക്ക് ഇറങ്ങി നമ്മുടെ കൽബിൽ മാറ്റം വരുത്തുന്ന തരത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും നിഅമത്തുകൾ ലഭിക്കണമെങ്കിൽ അള്ളാന്റെ ആരിഫീങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മാറ്റം വരും. ഞാനിത് വെറുതെ പറയുന്നത്, ചരിത്രം അങ്ങനെയാണ്, വസ്തുത അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ദീനിന്റെ തബ്ലീഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളെയാണ്. സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കാലിൻ ചുവട്ടിലേക്ക് അടുപ്പിക്കുക, അവരുടെ ബന്ധത്തിലാക്കി കൊടുക്കുക. വഖൂനു മഅ സ്വാദിഖീൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാം. നിങ്ങൾ അള്ളാഹുവിന്റെ സ്വാദിഖീങ്ങളെ കൂട്ടുപിടിക്കണം. ആരാണ് സ്വാദിഖീങ്ങൾ? അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവര് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം എന്താ? ധാരാളം വയത് വരെ പ്രസംഗിച്ച് ഇതൊന്നുമല്ല. അവര് മൗലയായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ശരിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഉന്നതമായ പ്രവർത്തനമാണ് ആരിഫീങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക, അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ ജനങ്ങളെ ആക്കി മാറ്റുക. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു ബന്ധത്തിലേക്ക് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആളുകളെ അടുപ്പിക്കും. അതാണ് അവരുടെ പ്രവർത്തനം. അള്ളാഹിന്റെ ഔലിയാക്കളെ കൂട്ടുപിടിക്കണം, ഔലിയാക്കളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് ലഭിക്കാനാണ്. നമ്മുടെ റബ്ബിനെ നമുക്ക് അറിയില്ല. അള്ളാഹ് എന്ന് നമ്മൾ ധാരാളം പറയുന്നുണ്ട്, ഒരു ദിവസത്തിൽ ധാരാളം തവണ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തൊരു വൈകാരികമായ ബന്ധം, ഒരു അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ മക്കളെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ വരുന്നു. നമ്മുടെ ഭാര്യയുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ഒരു വൈകാരികമായ അനുഭവം നമ്മുടെ ഉള്ളിൽ വരുന്നു. ഉമ്മാന്റെ പേര് കേൾക്കുമ്പോൾ വരുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട ആരുടെ പേര്, ഒരു ഉസ്താദിന്റെ പേര് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വൈകാരികമായ അനുഭവം വരുന്നുണ്ടെങ്കിൽ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ എന്തൊരു മാറ്റമാണ്, എന്തൊരു വൈകാരികമായ അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് വരാത്തത്? അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. കേവലം
നമ്മുടെ ഇബാദത്തിന്റെ ആഭാസങ്ങൾ, ചടങ്ങുകൾ നമ്മുടെ ശരീരം കൊണ്ട് കേവലം ഇങ്ങനെ ചെയ്തു തീർക്കൽ മാത്രമല്ല, അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ള ഇബാദത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് കാണാം. അള്ളാഹ്ക്ക് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയഅരിഫൂനി, എന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ അറിയുക, അതന്നെ ഇബാദത്താണ്. സദാസമയത്തും ആ ഒരു ഇബാദത്തിലായി നമുക്ക് മാറാൻ കഴിയും. സദാസമയത്തും ഇബാദത്തിന് വേണ്ടിയാണ് അള്ളാഹ് നമ്മെ സൃഷ്ടിച്ചത്. അപ്പൊ സദാസമയത്തുമുള്ള ഇബാദത്ത് എങ്ങനെയാണ് നമുക്ക് ആകാൻ കഴിയുക? ആ ഇബാദത്തിൽ നമുക്ക് എങ്ങനെ ആയി മാറാൻ പറ്റും? അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്. അള്ളാഹുവിനെ അറിയുക എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത് അത് സദാസമയത്തുമുള്ള ഇബാദത്തിലാണ്. ആ ഒരു അറിവ് അതെങ്ങനെ, എന്താ അറിയാനുള്ളത്, എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നവരാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങള്, ഔലിയാക്കള്. ഔലിയാക്കള് അതൊക്കെ ഭാഗം നമ്മൾ വിശദീകരിക്കുന്നില്ല. ഔലിയാക്കളെ തന്നെ ഇത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മജ്ദൂബായ കുളിക്കാതെ തിരുമ്പാതെ എങ്ങനെ നടക്കുന്ന ഒരു വിഭാഗമാണ് ഔലിയാക്കൾ എന്നൊക്കെ തെറ്റിദ്ധരിച്ച ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെന്താണ്? ഈമാനും തഖ്വയും ഉള്ളവരാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ, അള്ളാഹുവിനോടതിയായ മഹബത്തുള്ളവർ. അവർക്ക് കൽബ് മറഞ്ഞുകൊണ്ട് ജദ്ബിന്റെ ഹാലുള്ളവരല്ല. അങ്ങനത്തെ ഔലിയാക്കളുണ്ട്, ഞാൻ നിഷേധിക്കല്ല. എന്നാൽ കാമിലീങ്ങളായ അള്ളാഹിന്റെ ഔലിയാക്കള്, ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളെ പോലെ, കുതുബുൽ മശായിഖ് തങ്ങളവർകളെ പോലെയുള്ള ബഹുമാനപ്പെട്ട സുഹൂർ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ ധാരാളം ഔലിയാക്കള് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും നമുക്കറിയാം. അവർക്കൊക്കെ ഇന്നും ധാരാളം മുരീദുമാരുണ്ട്. അവരുടെ ആത്മീയ സരണി ഇന്നും ഇവിടെ സജീവമായി നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഓഫിലീങ്ങളായ അള്ളാഹുവിൽ നിന്നും അകന്ന് സ്വന്തം നഫ്സിന്റെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരുന്ന ധാരാളം ആളുകളെ അള്ളാഹുവിന്റെ ദാക്കിരീങ്ങളാക്കി, സദാസമയത്തും അള്ളാഹുവിന്റെ ദാക്കിരീങ്ങളാക്കി, അള്ളാഹുവിനോടുള്ള മഹബത്തിലാക്കി മാറ്റിയ ധാരാളം അള്ളാഹുവിന്റെ കാമിലീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവര് സ്വയം ശുദ്ധിയുള്ളവരും മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കെൽപ്പുറ്റവരുമാണ് ഇത്തരം അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ടാണ് നൂറുൽ മശായിഖ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ട നൂർ ഷാ തങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോ അവരെ സ്വീകരിച്ചത്, അവരുമായി ബൈഅത്ത് ചെയ്തത് അക്കാലഘട്ടത്തിലുള്ള അഗ്രേസരന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത മഹത്തുക്കളായിരുന്നു. എടക്കുളം കമ്മുസ്ലിയാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള തിരുനാവായക്കടുത്ത് എടക്കുളം ജുമുഅത്ത് പള്ളിയുടെ തൊട്ടുചാരത്ത് ആ തിരുമുറ്റത്ത് അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട കമ്മു മുസ്ലിയാർ പാപ്പ 50 കൊല്ലം ദർസ് നടത്തിയ മഹാനുഭാവനാണ്. അവര് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ കാണുകയും ഇത് അള്ളാഹുവിന്റെ ഒരു ഉന്നതരായ വലിയാണ്, തെർബിയത്തിന്റെ ഷെയ്ഖാണെന്ന് മനസ്സിലാക്കി അവരെ ബൈഅത്ത് ചെയ്യുകയും അവരുടെ കൂടെ കൂടുകയും അതേ അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയും ചെയ്ത മഹാനുഭാവനാണ് എടക്കുളം കമ്മു മുസ്ലിയാർ പാപ്പ. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരെ പറയാനുണ്ട്. ഇതിൽ സമയം ഒരുപാടാകും എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഉന്നതരായ ആ നൂറുൽ മശായിഖിന്റെ പിൻഗാമികൾ ഇന്നും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവര് ചെയ്യുന്ന പ്രവർത്തനം അള്ളാനെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഇന്ന് എവിടെ നമുക്ക് കേൾക്കാനുള്ളത്? നിങ്ങൾ പറയും. വിഷയങ്ങൾ പലതും നമുക്ക് കേൾക്കാനുണ്ട്. സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി ഇന്നെ പോലെ മൂല്യമാര് നേട്ടിമറിച്ച് ധാരാളം വയലുകൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയേണ്ടതാണ്, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ അതിലേറെ ഒന്നാമതായി ആദ്യം വേണ്ടത് എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അറിവാണ്. മഅരിഫത്തുൽ ഇലാഹ് അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹ്. ഒരു മനുഷ്യൻ ആദ്യം നിർബന്ധമായിട്ടുള്ളത് ഇലാഹിനെ സംബന്ധിച്ചിട്ടുള്ള മഅരിഫത്താണ്. എന്റെ റബ്ബ് ആരാണ്, ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ സമയത്ത് എന്താണ് എനിക്ക് എന്റെ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇല്ലായ്മയിൽ നിന്നും എന്നെ നോക്കി നിങ്ങൾ ആരെ നമ്മളങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് വന്നതാണോ? നമ്മുടെ വാപ്പാക്കറിയോ ഉമ്മാക്കറിയോ എങ്ങനെ കുട്ടി ജനിക്കും, ആണാവും പെണ്ണാവും, ആരോഗ്യം ഉണ്ടാവും, കണ്ണുണ്ടാവും, മൂക്കുണ്ടാവും, കൈയുണ്ടാവും, കാലുണ്ടാവും, ഇതൊക്കെ ആർക്കും അറിയില്ല. നമ്മളെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല.
മൗലയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് അറിയുന്നവൻ. അവനാണ് നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചത്, അവനാണ് നമ്മളെ കൊണ്ടുവന്നത്. ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ട നിഅമത്തുകൾ മുഴുവനും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മൗലയാ റബ്ബ് സുബ്ഹാനഹു വ തആല. അവനാണ് നമുക്ക് ശ്വാസം നൽകി അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തിന്, നമ്മുടെ അവയവങ്ങൾക്കുള്ള ശക്തി, പിടിക്കാനും നടക്കാനും ഇരിക്കാനും എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടോ അത് മുഴുവനും ഓരോ സെക്കൻഡിലും നമുക്ക് നൽകി അനുഗ്രഹിച്ചു കൊണ്ടുള്ള മൗലയായ റബ്ബ്, അവനെ അറിയാതെ ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിലും വലിയ നഷ്ടം ഒരാൾക്കുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. ഇത് മലക്കുകളെ ഏൽപ്പിച്ചതല്ല. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മുശാവറ ചെയ്തു. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, ഞാൻ എന്റെ പ്രതിനിധിയായ മനുഷ്യ വിഭാഗത്തെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശാവറ ചെയ്ത സമയത്ത് നഹ്നു നുസബ്ബിഉക വ നുഖദ്ദിസു ലക, നിന്നെ ആരാധിക്കാനും നിന്നെ വാഴ്ത്താനും നിന്നെ പുകഴ്ത്താനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും ഞങ്ങളില്ലേ? മലക്കുകളെ ചോദ്യം. അപ്പൊ അള്ളാഹു പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയും. അപ്പൊ കേവലം ഞാൻ പറയുന്നത് ഈ ശരീരം കൊണ്ടൊരു ചേഷ്ടകൾ മാത്രമല്ല. നമുക്കൊരു ആനന്ദവും സന്തോഷവും അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധവും സദാ സമയത്തും ആ അള്ളാഹുവുമായിട്ടുള്ള ഒരു ആനന്ദവും ആ ഒരു സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു അനുഭവം, അല്ലെ? ഖുർആൻ പറഞ്ഞില്ലല്ലോ, ഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ, അവർക്കാണ് സന്തോഷമായ സന്തോഷം മുഴുവനും, പൊലിവായ പൊലിവ് മുഴുവനും ആർക്കാണ്? അള്ളാഹിന്റെ ആരിഫീങ്ങൾക്കാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കാണ്. അവരെ സ്നേഹിക്കാനും അവരെ കൂടെ കൂടാനും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം നൽകിയത് അത് ഉന്നതമായ ഭാഗ്യമാണ്. അവർക്ക് ഇതേ വിഷയമുള്ളൂ. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിന്റെ ഈ സിൽസിലയിൽ അവരുടെ ഖാൻഗാഹുകൾ നമ്മൾ ചെന്നാൽ അവർക്ക് പറയാനുള്ളത് അല്ലാഹ്, ഈ ഒറ്റ വിഷയം മാത്രമുള്ളൂ. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമയെ സംബന്ധിച്ച് ആ കെലിമയുടെ പൊരുളുകൾ അവർ നമുക്ക് പകർന്നു തന്നുകൊണ്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാക്കി തരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മുടെ നിസ്കാരത്തിൽ നമുക്കൊരു ഇഖ്ലാസ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഒരു ഖുശൂ വരാത്തത് എന്തുകൊണ്ടാണ്? നമുക്കൊരു മഹബ്ബത്ത് അല്ലാഹുവിനോട് വരാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ എല്ലാ സമയങ്ങളും അള്ളാഹു അല്ലാത്ത വസ്തുക്കളുടെ വിചാരങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അറിയുമ്പോഴേ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹഖീഖത്ത് യാഥാർത്ഥ്യം അറിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിന്റെ ഹബീബിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. ആ സ്നേഹത്തിൽ നിന്നേ അനുസരണ ഉണ്ടാകുകയുള്ളൂ. ആ മഹബത്തിൽ നിന്നേ നമുക്ക് അനുസരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യമായി നമ്മുടെ ഈ പണ്ഡിത മഹത്തുക്കളൊക്കെ ചെയ്യേണ്ടത് അള്ളാഹുവിനെ മനസ്സിലായ ഒരു ആരിഫിനെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ നിന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കലാണ് ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ആകെയുള്ള പരിഹാരം. അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക, അള്ളാഹുവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാക്കുക. എത്ര വലിയ ഒരു ആനന്ദമാണ് ഈ വിഷയം! ഇത് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. നമ്മൾ ഓരോരുത്തരും അവരുടെ സഹവാസത്തിലിരുന്ന്, അവരുടെ ഖാൻഗാഹിലിരുന്ന് അള്ളാഹുവിനെ തേടി അവരുടെ ഖാൻഗാഹിലെത്തി അവിടെ നമ്മൾ മട്ടം പോലെ ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് ഉള്ള ഇബാദത്താണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവൻ ആരാണ്? ആ ഒരു അനുഭവ തലങ്ങൾ, ആ ഒരു ബോധ്യം, ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹബന്ധവും നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിസ്കാരത്തിന് നല്ല കനുണ്ടാകും. ആ നിസ്കാരം ഒരു തുലാസിലാണ് വെച്ചാൽ അത് അറിയാത്ത 1000 നിസ്കാരക്കാരെക്കാൾ ഉന്നതമായ നിസ്കാരമാണത്, അല്ലേ? ഫലറകഅതും മിൻ ആരിഫിൻ ഹിയ അഫ്ളലു മിൻ അൽഫിഹാ മിൻ ആലിമിൻ ഫതഖബ്ബലാ വൽ ആരിഫൂന ബിറബ്ബിഹിം ഹും അഫ്ളലു മിൻ അഹ്ലി ഫർഇൻ വൽ ഉസൂലി തകമ്മലാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഫലറകഅതും മിൻ ആരിഫിൻ ഹിയ അഫ്ളലു, ഒരു ആരിഫായ അള്ളാഹുവിനെ അറിഞ്ഞ ഒരാളുടെ ഒരു റക്അത്ത്
മിന്നൽ ഫിയാ മിൻ ആലിമിൻ ഫതഖബ്ബലാ. ഒരു ആലിമിന്റെ 1000 റക്അത്തിന്റെ മുകളിലാണ്. ആരാണ് ആലിമ്? ധാരാളം കാലം പള്ളി ദർസിൽ പോയി കിതാബ് ഓതി നഹവും സുറഫും ഒക്കെ പഠിച്ച് ധാരാളം മസലകളും ചർച്ചകളും വിഷയങ്ങളും ഒക്കെ പഠിച്ച് ബിരുദം വാങ്ങിയ ഒരു ആലിമ്. അവർക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആലിമീങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. അവരെ കൊച്ചാക്കുകയല്ല. പക്ഷേ ആലിമിന്റെ 1000 റക്അത്തിന്റെ മുകളിലാണ് ആരിഫിന്റെ ഒരു റക്അത്ത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് ചെറിയ വിഷയമല്ല. അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ള ഒരു ദിക്റ്, അത് അതിന്റെ സ്ഥാനം വലുതാണ്. അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ള ഒരു റക്അത്ത് 1000 റക്അത്തിന്റെ മുകളിലാണെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ള ഒരു ദിക്റ് 1000 ദിക്റിന്റെ മുകളിലാവും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ അതിന് കനണ്ടാകും. നമ്മളിപ്പോ ചലനമായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ നമ്മളെ കച്ചവടം മറ്റതും മറിച്ചതും ഒക്കെ നമ്മൾ ആലോചിച്ചാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ദിക്റും അതൊന്നു വേറെയാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ആ ഒരു ബന്ധത്തിന്റെ ആ അനുഭവ തലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടുള്ള ദിക്റും ഇബാദത്തുകളും അതിന്റെ അനുഭൂതി വേറെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയുക എന്നുള്ള ഉന്നതമായ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാതെ ഇവിടുന്ന് നമ്മൾ മരിച്ചു പോകുക എന്ന് പറഞ്ഞാല്, അള്ളാഹുവിനെ അറിയാതെ നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ എവിടുന്ന നമുക്ക് അറിയാൻ കഴിയുക? അള്ളാഹുവിനെ നമുക്ക് ഒരിക്കലും എത്തിക്കാൻ കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിനെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്തെടുക്കുക എന്നുള്ളതാണ്. അതിന് അള്ളാഹിന്റെ ആരിഫീങ്ങളെ കൂടെ നമ്മൾ കൂടെ തന്നെ വേണം. അതാണ് അതിനുള്ള പരിഹാരം. അതിനാണ് മശായിഖന്മാർ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലുള്ള മശായിഖന്മാർ മുഴുവനും, പണ്ഡിതന്മാർ മുഴുവനും, എത്ര വലിയ ഇൽമിന്റെ അഹ്ലുകാരായ ആളുകളാണെങ്കിലും ഷാഫി ഇമാമൊക്കെ ഷെയ്ഖിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ആരിഫിന്റെ ബന്ധം, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്തിനാണ് അവരുടെ കൂടെ കൂടിയത്? ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഈ അറിവിന് വേണ്ടിയിട്ടല്ലേ ഷൈബാനുർ റായി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫിനെ കൂട്ടുപിടിച്ചത്? അതുപോലെ തന്നെ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, അവരെത്ര വലിയ മുദദ്ദിസായിരുന്നു, എത്ര കാലം ദർസ് നടത്തിയ മഹാനാണ്, എത്ര ശിഷ്യന്മാർ അവർക്കുണ്ട്. അതെല്ലാം ഒരു വേള അവർ ഒഴിവാക്കി അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ തെരഞ്ഞിറങ്ങുകയും അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുകയും ഈ ഉന്നതമായ വിഷയം കരസ്ഥമാക്കുകയും ചെയ്ത മഹാനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ പറഞ്ഞാൽ തീരൂല. ഉന്നതരിൽ ഉന്നതരായ ആ പണ്ഡിത മഹത്തുക്കൾ അവര് മുഴുവനും അള്ളാഹുവിനെ അറിയുക, അള്ളാഹിനെ കിട്ടാൻ വേണ്ടി, അള്ളാഹിനെ മനസ്സിലാക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലുള്ള സൂഫിയാക്കളെ സഹവസിക്കുകയും സൂഫിയാക്കളെ കൂടെ കൂടുകയും ചെയ്തവരാണെങ്കിൽ ഈ വിവരം കുറഞ്ഞ നമുക്ക് ഇതല്ലാതെ രക്ഷക്ക് വേറെന്താണ് വഴിയുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളും അള്ളാഹു നമ്മളെയും വെറുതെ ആക്കിയിട്ടില്ല. നമുക്കും അത് ആവശ്യമുള്ള ആളുകൾക്ക് ലഭിക്കാൻ പാകതക്ക് നമുക്ക് തോന അധ്വാനമൊന്നുമില്ലാതെ, രാജ്യം വിടണ്ട, കുടുംബം വിടണ്ട, മക്കളെ ഒഴിവാക്കണ്ട, അല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് അതിനുള്ള അവസരങ്ങളും തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിനെ പറ്റിയ ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധമുള്ള ഉന്നതരായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൺമുൻപിൽ തന്നെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാനും ആ ഔലിയാക്കളെ പിൻപറ്റാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിജായി നബിയ്യിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.